ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ജാർ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ജാർ കേക്ക് ചെയ്യുന്നത് ഒരു 350 ml ജാറാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത് ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ ജാർ കേക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ വെച്ചിട്ടുള്ള ജാർ കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ജാർ കേക്ക് റെഡിയാക്കാനായിട്ട് ഇതുപോലത്തെ ജാർസ് നമുക്ക് ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ്. ഇതിപ്പോൾ 350 ml വരുന്നൊരു ജാറാണിത്. അപ്പോൾ ഇതിൻ്റെ മൂടി എടുക്കണം. നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ മൂടി എടുക്കണം. അപ്പോൾ നമ്മൾ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് എടുക്കണം. അപ്പോൾ അതിൽ നിന്നും ഒരു ലെയർ നമ്മൾ എടുക്കണം. അതിനുശേഷം സെയിം ജാറിൻ്റെ മൂടി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് ഓരോ പീസസായിട്ട് നമുക്ക് എടുക്കാം. ഓരോ ലെയേഴ്സ് നമ്മൾ അങ്ങനെയാണ് ഇതിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു ജാറിൽ ഏകദേശം ഒരു 2 ലെയറാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ 2 ലെയറും ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് നമ്മൾ ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ റെഡ് വെൽവെറ്റ് കേക്കാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അതല്ല ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ജാർ കേക്ക് നമുക്ക് ആ ഫ്ലേവറിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ജാറിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ജാർ എടുത്തിട്ട് അതിലേക്ക് ഫസ്റ്റ് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സിറപ്പൊന്ന് ആക്കി കൊടുക്കണം. അതിനുശേഷം നമ്മളുടെ ചോക്ലേറ്റ് ക്രീം നമ്മളിവിടെ നിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീമിൻ്റെ അകത്ത് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുള്ള ക്രീമാണിത്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗനാഷൊക്കെ നമ്മൾ കുറച്ച് നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏത് ഫ്ലേവറിലുള്ള കേക്കാണെങ്കിലും ആ ഫ്ലേവറിലുള്ള സ്പോഞ്ച് വെച്ചതിന് ശേഷം അതിൻ്റേതായ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ജാർ കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ്സ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫില്ലിങ്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ സെയിം നമ്മൾ കേക്കിന് ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ലെയർ ഇതിലേക്ക് ഇതുപോലെ വച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ലെയറിൽ ചെയ്ത അതേ സെയിം സ്റ്റെപ്പ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ റെഡിയാക്കി എടുക്കുന്നു. അപ്പോൾ ഈ ഒരു ജാർ കേക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ജാറിന് 35 റുപ്പീസാണ് വരുന്നത്. ഈ ഒരു ജാർ കേക്കിന് 150 റുപ്പീസാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ ജാർ കേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന സ്പോഞ്ച് കേക്കാണ് ഇതിനു വേണ്ടി നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. പിന്നീട് നമുക്ക് ഇതുപോലത്തെ സ്പൂൺ അല്ലെങ്കിൽ ഫോർക്ക് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. പിന്നെ ഇതുപോലത്തെ റിബണും വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ ഈ ജാർ കേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ഒരു ദിവസം ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കണം. അപ്പോൾ അത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് ജാർ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റ് ട്രിഫിൾ ജാർ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.